അണ്ണോ നമുക്കൊന്ന് പോണ്ടേ? ഓ പോവാടെ, നീ ധൃതി വയ്ക്കാതെ. ഈ ധൃതി വയ്ക്കാന്ന് പറയുന്നത് കാരണം ഞാൻ കടയും തുറന്നിട്ടില്ലാണ് വന്നത്. എന്താ നിന്റെ ഭാര്യ അവിടെ ഇല്ലേ? അവളെ കട നോക്കൂല്ലേ? എന്തിനാ ഈ കിടന്ന് ഒപ്രാളെ പറഞ്ഞത്? അത് തന്നെ, അത് മാത്രമല്ല കൺമണിയെ കൊണ്ടാക്കിയില്ലേ, പിന്നെന്തിര്? ഡേയ്, ഞാൻ പറയണതേ, ശ്രീകുട്ടൻ നമ്മൾ വിചരിച്ചില്ലേ പടവലത്തോണ്ട് ചെല്ലാൻ. അതുകൊണ്ട് പടവലത്ത് ചെന്ന് കുട്ടമ്പിള്ളയും കണ്ട് ബാബാനെയൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്ന് പോരാ. അണ്ണാ നിങ്ങൾ പറയണൊക്കെ ശരി തന്നെ. ഞാനും കുറച്ച് ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട് പോയാൽ എല്ലാവരെയും കാണുകയും ചെയ്യാം. പക്ഷേ നെയ്യാറ്റിൻകരയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക്. നെയ്യാറ്റിൻകരയുടെ കാര്യം നീ ആലോചിക്കേണ്ട ആവശ്യം. നീ അവിടുത്തെ എമ്മല്ലേ, നെയ്യാറ്റിൻകര കാര്യമൊക്കെ ആലോചിച്ചിട്ട് നടക്കണം. നിങ്ങൾ പോകണം. നിങ്ങൾക്ക് വളന്ന് വല്ലതൊക്കെ പറഞ്ഞാൽ മതിയല്ല, കാര്യങ്ങളോ വല്ലതും അറിയാം നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്കെന്തോ നോക്കാൻ വീണടം വിഷ്ണു ലോകം എവിടെ പോയാൽ അവിടെ. ഏയ് വയസ്സായി, ഇനി കാണേണ്ടവരെയൊക്കെ ഞാൻ ഒന്ന് കണ്ടോട്ടടേ. ശരിയാണോ? വരി, നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഇവിടെ നിന്ന് പോയിട്ട് വൈകുന്നേരത്തെ കോട്ടയം ബസ് ഉണ്ടല്ലോ, അതിൽ കയറിക്കൊള്ളണം. നേരെ നെയ്യാറ്റിൻകര ഒരു 2 ദിവസം നിന്നിട്ട് പോയാൽ എടുത്തടിച്ചോലെ. എനിക്ക് ആര്യനാട് പോയാലേ പറ്റുള്ളൂ എന്ന് പറയരുത്. 2 ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി കേട്ടല്ല. അപ്പൊ അതുപോലെ തന്നെ അടുത്ത തവണ ഇവിടെ വരുമ്പോ മിനിമം ഒരാഴ്ച ഇവിടെ നിന്നിട്ടേ പോകാവൂ. എടുത്തടിച്ചോലെ ടക്കനെ പോടരുത്. എന്തൊരു പരിപാടി അത്? നോക്കട്ടെ മക്കളെ, നോക്കാനൊന്നുമില്ല. അടുത്ത തവണ അപ്പൂവിനോട് ഇവിടെ ഞാൻ വിടൂല. കണ്ടാടാ ചെറുക്കൻ്റെ സ്നേഹം. ബാലുവിനെ മുറിച്ച് വെച്ചോലിരിക്കുന്നു. അയ്യോ, തോണ്ട ഭാസ്യങ്ങള് പറഞ്ഞു. അവനെ ഇങ്ങോട്ടൊന്നും കാണക്കൊന്നും ഇല്ലല്ലേ. അതപ്പ ഇടയ്ക്ക് വെച്ചേ ചെറിയൊരു പിണക്കൊക്കെ. സുരേന്ദ്ര, എന്തിനൊക്കെ ഉണ്ട് വിശേഷം? വിശേഷത്തിനൊന്നും ഒരു കുറവില്ലടേ. നീ എപ്പോ വന്നേ? ഞാൻ ഇന്നലെ വന്നാ. ഓ ഏയ്, ഇവിടെ ഒരുത്തൻ നിൽക്കണ നീ ഗണിക്കൊന്നും ഇല്ലടേ. ഇത് ആര്? ശങ്കരനാ? അണ്ണാ ഇതെന്തിനാ താടിയൊക്കെ വെട്ടി കുറച്ച് കൊച്ചു പയ്യന്മാരെ പോലെ ഉണ്ടല്ലോ. ഇനിയേ ഇതിൽ ശകലം കരിയ ഡൈ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ തങ്കം ചേച്ചിയെ ഒഴിവാക്കിയിട്ട് വേറെ ഒന്നിനെ നോക്കാം. അണ്ണോ, നിങ്ങൾ എന്തിനാ ഇവിടെ ഇടയ്ക്ക് ഭയങ്കര പിണക്കൊക്കെ ആയിട്ട് നടക്കണം എന്ന് പറയണായിട്ട്? അയ്യോ, അതൊന്നും പറയണ്ടേ. ഇവരൊക്കെ ഇപ്പൊ പഴയ ആൾക്കാരൊന്നുമില്ല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാർ. നമ്മളെ പോലുള്ള പാവങ്ങളെടുത്തേ ഇടാ പഴയണത് അവർക്കൊരു കുറച്ചിലെണ്ണ. ഭാസ്യങ്ങളെ ചുമ്മാ കളിക്കില്ല ഏട്ടാ. ഇനി ഇവിടെ കിടന്ന് അടിയാവും. കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ നീ എവിടെ പോണടാ? അണ്ണാ നമുക്ക് വല്ല ചായ തോയ കഴിക്കേണ്ട അണ്ണാ. വച്ച് വിളമ്പി തരാൻ നമുക്ക് ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ്. കയ്യിരിപ്പ് നേരെയായ എല്ലാരും കാണൂടാ. ഇതാരും പറയണത്? എന്നാ ഞങ്ങളോട്ട് ഇറങ്ങണം. ചെല്ലടേ. നിന്റെ അണ്ണൻ കോൺട്രാക്ടർ ബാലു അവിടെ ഇല്ലേ? ബാലു മുതലാളി ഉണ്ടല്ലോ. എന്ത് ചായയും കുടിച്ചൊന്ന് മയക്കുമ്പോ വീട് പറ്റാൻ നോക്കടാ. അണ്ണാ ഇത് കർക്കിടക മാസമാണ്. ഒരു കണക്ക് പറഞ്ഞാൽ പറ്റിയ മാസമാണ്. പോട്ടടേ. ശരി. ഡേ, ഓ എൻ്റെ അടുത്ത് കാര്യം ചോദിക്കുന്നത് വിചാരിച്ചു. നിന്റെ കട പൂട്ടിയാടേ? ആണോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കല്ലേ? വേറെ എന്തിനു ചോദിക്കേ? നല്ല വർത്താനം വല്ലതുകൊണ്ട് വായിന്ന് വിടൂ. നിങ്ങളെ വായത്തിന്റെ ചക്കര വർത്താനല്ലേ പറഞ്ഞത്? നിങ്ങൾ പോയി, നിങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ തോയ വാങ്ങിക്കാൻ എന്തെങ്കിലും പോയി. ഞാൻ പോട്ടാ. പോണനുമ്പോ നമുക്കൊന്ന് കാണണം. ഓ കാണാനായി തന്നെ കാണൂ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും. നമ്മളിവിടെ പോകണ്ട. ഡേ, നിന്റെ അച്ഛൻ കണ്ടറാക്ക് ബാലുവിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേട്ടാ. പറഞ്ഞ അല്ലേ എന്തിനത് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണെങ്കിലും ഉണ്ടല്ലേ, ആള് പാവമാണ്. അതെനിക്കറിയാം അങ്ങേരെ പാവമാണെന്ന്. പക്ഷെ നിങ്ങൾ പശ കാണും, മഹാപശ്. തിരുഹോ ആശുപത്രി കിടന്ന് എന്നെ വലിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവന്ന് ഇവൻ്റെയൊക്കെ വായിരിക്കുന്നതും കേൾക്കണം. ഇത് അനുഭവിച്ചേ പറ്റൂ. നാടാ വയസ്സായി കഴിഞ്ഞാൽ ജീവിക്കാനോ പറയാൻ ചത്തുകളെ. 6, 60, 20, 14, 100. കാലേ മുട്ടൊക്കെ തേഞ്ഞതിന് ഒരു പരുവും. എല്ലാ ദിവസവും 1 കിലോമീറ്റർ നടന്ന് ഒരു ചായ കൊണ്ടുവരും. അത് 1 ചായ 2 ചായ 3 ചായ 4 ചായയിലും പ്രശ്നമില്ലായിരുന്നു. ശപിച്ചതല്ല, കാര്യങ്ങൾ പറയുന്നത് ശാപമാണ്. അങ്ങനെ മനസ്സിലാക്കണ്ടേ? ഞാൻ ഇനി തൊട്ട് അങ്ങോട്ട് വന്ന് കുടിച്ചോളാം പോരെ. വീട്ടിലുള്ളവർ നമ്മളെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറെ ആര് മനസ്സിലാക്കാനാ? കാലേ പിള്ളേരെ പടവലത്ത് പോണോന്ന് പറയണ്ടായിരുന്നു. പിള്ളേരെ പോണെന്ന് പറഞ്ഞാൽ നീ അവിടെ അങ്ങ് പോകുമോ? അതല്ല, എനിക്ക് സൈറ്റിൽ ഒരുപാട് പണിയുണ്ട്. അതുപോലെ നിനക്ക് ഓഫീസിൽ പോണ്ടേ? അതല്ല ബാലു, നാളെ കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ. അപ്പൊ പിന്നെ എനിക്ക് പോണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പടവലത്തെ കാര്യമാണോ അമ്മ? പോകുന്നെങ്കിൽ ഇപ്പൊ പോണം, ഇല്ലെങ്കിൽ പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കല്ല, എനിക്ക്. ഓ ദേ കിടക്ക്, ദേ ഇരിക്കണ്. വായ വിടാ ഇവിടെ വാ.
മൊബൈലൊക്കെ ആയിരിക്കും അല്ലേ? അയ്യോ പാവം. ശമ്പളം കിട്ടണുണ്ടോ കറക്റ്റായിട്ട്? ആണോ? എന്നാ പിന്നെ ഒരു കാര്യം, എന്തായാലും എന്നെ ശമ്പളം കിട്ടണില്ല, കഴിക്കാലോ അടുക്കളയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. ചെല്ലി ദോശ ഉണ്ടാക്ക്. കറി അമ്മ ഉണ്ടാക്കൂ. ആ ആ ദേ അമ്മായി വരുന്നു, രണ്ടുപേരും കൂടെ ചമ്മന്തി ഉണ്ടാക്ക്. കറി വെക്കണ കാര്യമാണോ? ചമ്മന്തി വെക്കണ്ട, ഞാൻ കിഴങ്ങറി വെക്കാം. ഗൗരി വന്നതിന് ശേഷമേ എൻ്റെ വയറൊരു സ്വസ്ഥതയില്ല, എന്തോ ഒരു ഗുളുഗുളുഗുളായിരിക്കും. എന്താ? അല്ല, ഗൗരിയാണല്ലോ ഇവിടെ ഉരുളക്കിഴങ്ങ് നിത്യസർമ്മസേനാക്കിയത്. ഓ അങ്ങനെ. അമ്മായി വന്നേ, നമുക്ക് ഇന്ന് അടുക്കളയിൽ ഊർജിതമായി നിൽക്കണം. അംഗസംഖ്യ കൂടുതലാ. കല്ല് വരുന്നുണ്ടോ? ചെല്ലി പോയി ദോശ ഇട്. ചെല്ലി. ഓടണുണ്ടോ ഉരുളക്കിഴങ്ങ് പോലെ? കുളിയില്ല, ഒന്നുമില്ല, വന്നിട്ട് എന്തോ ഭയങ്കര ക്ഷീണോ അമ്മ. ഒന്ന് കിടന്നുറങ്ങാണ്ട് ഇനി എന്നെങ്ങാൻ പറ്റൂല. മക്കളെ, അടിച്ച് നനച്ച് കുളിച്ച് അമ്മേരന്ന് നല്ല ആഹാരം വെച്ച് കഴിക്കും. അച്ഛാ, ആഹാരമാണ് മെയിൻ. അവിടെ ചെന്നപ്പോഴല്ലേ അമ്മയുടെ ഫുഡിന്റെ വില മനസ്സിലായേ. ഐ ലവ് യു അമ്മ. അമ്മയുടെ വില മനസ്സിലാക്കാൻ കിടക്കണതേ ഉള്ളു മക്കള്. എല്ലാം അവള് മനസ്സിലായിക്കോളും. പാവം എൻ്റെ കൊച്ച് ചെന്നൈയിൽ നിന്ന് പഠിച്ച് തളർന്നു വന്നേക്കാണ്. കുളിച്ചാ മക്കളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ കിടിലല്ലേ? കിടലല്ലേ, പിന്നെ ചില്ലറ പൈസ വാരി എറിഞ്ഞത്. ആ, ഇറക്കണം. ആ, അത് പറഞ്ഞപ്പോഴാണ് അമ്മ പോകുന്നതിന് മുന്നേ 2-3 ടോപ്പൊക്കെ എടുക്കണമായിരുന്നു. ആ ഇത് എപ്പ പറയുന്നു നോക്കിക്കായിരുന്നു ഞാൻ. എപ്പ വന്നാലും 2-3 അല്ല കൊണ്ടുപോണത്. എന്തോ അമ്മ. ആ കുഴപ്പമില്ല, എടുത്തു തരാം. മതി. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കിക്കോട്. മക്കൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അച്ഛനറിയാം, തലക്കറിയല്ലേ? പിന്നല്ല. ആ, തലക്കറിയും കപ്പ പുഴുങ്ങി എല്ലാം കൂടെ കേട്ടി ഒരു പിടി പിടിച്ചാ ഉണ്ടായിക്കോട്. എന്താ പൊളിക്കാം. ഈ മുഴുവൻ തലയാണ് ഉദ്ദേശിച്ചത്. ഓ, പിന്നെ വലിയ തല വാങ്ങിക്കും, അത് നല്ല കഷ്ണങ്ങളാക്കി ഉരുളിക്കകത്തിട്ട് മുളക് ഷാപ്പിലെ കറി. ഞാനേ പോട്ടെ അടുക്കളയിലേക്ക്. ദോശ, ചമ്മന്തി. ചായ ചമ്മന്തി ഉണ്ടായി, ഇതൊക്കെ പച്ചക്കറി കൂട്ടങ്ങളുടെ ചായ ചമ്മന്തി. അണ്ണാ, കഴിഞ്ഞ ആഴ്ച അമ്മ ഒരു തലക്കറി വെച്ചു. തലക്കറി എന്ന് പറഞ്ഞ അതാണ് തലക്കറി. അമ്മ തലക്കറി വാങ്ങി കേട്ടാ, ഇത്തിരി ടേസ്റ്റ് എന്നറിയാം. ആര് തല വാങ്ങിച്ചോണ്ട് വന്ന? അച്ഛൻ വാങ്ങിച്ചോണ്ടുന്നത്. അല്ല, പിന്നെ അല്ലാതെ ആരും അവിടെ വാങ്ങിക്കണവനാ? വെസ്റ്റ് ഞാൻ വാങ്ങിക്കും, നത്തോതിന്റെ തല വാങ്ങി. ഓ, നീ പിന്നെ അങ്ങ് പെരുത്ത് വാങ്ങിക്കും. ഇടേ നമ്മളൊക്കെ വാങ്ങിച്ച കാലമുണ്ട് മക്കളെ. അച്ഛൻ്റെ അത്ര മീനല്ല അച്ഛൻ കൊണ്ടുവരണം അല്ലേ? പിന്നല്ല. എൻ്റെ കഴിയും കുറച്ച് പൊരിപ്പിക്കാൻ ബാക്കി. ഇപ്പം തിരി ടൈറ്റ്. കറക്കിയെടു, കറക്കിയെടു. ഹലോ, എന്താ വായോട്ട് എടി പിടി. ശ്രീകുട്ടൻ എന്താ ഇത്? ഇതെങ്ങനെയുണ്ട്? പിടയ്ക്കണ വീടിന്റെ ചിന്തിക്കണ തല. മണ്ണന്തലേ? വലിയ തലയെന്ന്. ആ, അല്ല, ഇത് പണിയാണല്ലോ. കഴിക്കാനല്ലേ? മോടെ ഇത് റെഡിയാക്കി എടുക്കണ്ടേ? അതൊക്കെ അച്ഛ എത്ര നേരം വേണം അച്ഛൻ റെഡിയാക്കി എടുക്കാൻ? പിന്നെ അല്ല. ഇത്ര വലിയ സാധനം കൊണ്ടുവന്ന് ടക്ക് ടക്കനെ വെട്ടി എരിഞ്ഞെടുത്തില്ലേ? പിന്നെ ശ്രീകുട്ടോ എത്ര രൂപ കൊടുത്തറേ? അത് വിട് ചങ്ങരന, ഓർമ്മയുണ്ട പണ്ട് ആയിരനാട് ആറ്റിന്റെ കരയല്ലേ അടുപ്പെല്ലാം കൂട്ടി ആറ്റ് വളക്കറി വെച്ചത്? തലയെന്ന് പറഞ്ഞാ ഇത് തന്നെ തല. എന്റെ അളി ഒരു ആഗ്രഹം പറഞ്ഞ ശ്രീകുട്ട അതിന്റെ വിലയൊന്നും നോക്കൂല. ഉമ്മനി ബീഫ് വേണമെന്ന് പറഞ്ഞപ്പോഴേ തൊട ഉൾപ്പെടെ ഉള്ള ഒരു വലിയ പീസ് അളിയെ വാങ്ങിച്ചിട്ട് വന്നേ. ഇത് എന്താ തല? ഇത് കേരച്ചൂരത്തല. ഇതിന് നമ്മളോട് പറഞ്ഞത് വെള്ളച്ചൂര, ചെമ്മീൻ ചൂര. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇപ്പൊ കേരച്ചൂര എന്ന് പറയും. അച്ഛാ, കപ്പയും കൂടെ വേണം കേട്ടോ. ആ, കപ്പോടും മസ്റ്റാണ്. ഒരു കാര്യം ചെയ്, നമ്മളിത് വൃത്തിയാക്കാം. നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ കൂട്ടൊക്കെ റെഡിയാക്കാം. അതെ, നല്ല പൊടിച്ച മുളക് വേണം ഇത് വയ്ക്കണമെങ്കിൽ. ആ, പിന്നെ കുടംപുളിയാ മറ്റേ വാളംപുളി ഇട്ടാ വയ്ക്കുന്നത്? കുടംപുളി പിടിക്കാം, അതാണ് ബെസ്റ്റ്. ആ, അപ്പോഴേ അച്ഛാ, ഞാൻ കുഴിപ്പളത്തുനിന്ന് പഠിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഈ തല വെച്ചിട്ട്. പരീക്ഷിക്കട്ടെ? മക്കളെ, മാമന്റെ പൈസ വെറുതെ കളയാണോ? അപ്പൊ തലയും കൊണ്ടോണ്ട് വിട്ടോ വിട്ടോ.
ബാലു ഏയ് ഈ കറിയൊക്കെ അടിക്കണമെങ്കിലേ അച്ഛനും വേണം. എന്താ കേട്ടില്ല ആട്ടാര സൗണ്ട് ഒന്നും കേട്ടോടെ എന്താണ് ഇത് ആ തലക്കറി കഴിക്കണമെങ്കിലേ ആ തലക്കറി ഉണ്ടെങ്കിൽ ആദ്യം സുരേന്ദ്ര. പൊളിയായിരിക്കും. അണ്ണാവു ആ? നിങ്ങൾ എത്ര ദിവസം ആശുപത്രി കിടന്നത് ഓർമ്മയുണ്ടല്ലോ മര്യാദയ്ക്ക് തലക്കറിയൊക്കെ വെച്ച് കഴിച്ചുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നു കേട്ടാ അപ്പൂപ്പ ചിറ്റപ്പൻ പറഞ്ഞ കേട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഐസ് ഇട്ട് തരാൻ വേണ്ടി പറഞ്ഞു ഞാനേ കുറച്ച് ഐസ് ഇട്ട് തരാൻ വേണ്ടി പറഞ്ഞാണ് ഫ്രഷ് മീനല്ലേ എന്തിന് ഐസ് എന്ന് തുപ്പരം വാങ്ങിച്ച് തുപ്പരം അടിക്കാതെ പറ്റിയത്. തുപ്പരം വാങ്ങിച്ച് അടിക്കാൻ നടത്തിയിട്ട് തലക്കറി ശരിക്ക് തിന്നും. തലക്കറി ശരിക്ക് തിന്നും. അറിയോ? നോക്കുവോ? ചേച്ചി ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇത്ര വലിയ മീൻതല കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ ഗൾഫിലായിരുന്നപ്പം മോളിലൊക്കെ പോയാണ് മീൻ വാങ്ങണേ. ഇനി ഇവിടെ വരുമ്പോൾ ചെറിയ മീനൊക്കെ വാങ്ങാറുള്ളൂ. ഇങ്ങനെ വലിയ മീനൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ വല്ലപ്പോഴും മീനൊക്കെ വാങ്ങത്തുള്ളൂ. പക്ഷെ വലിയ മീൻ വാങ്ങിയ പിന്നെ ഒരു ഉത്സവം അങ്ങോട്ട്. നിങ്ങൾ അച്ഛനും ഇപ്പോഴധികം ഭക്ഷണമൊന്നും കഴിക്കില്ല. ഈ വലിയ ബഹളമൊക്കെ കാണിക്കണതേ ഉള്ളൂ. വച്ചാൽ തന്നെ 1-2 കഷ്ണം കഴിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാരും വരുമല്ലേ? ഇടയ്ക്കിടയ്ക്കല്ല, ഇവിടെ മിക്കവാറും എല്ലാവരും ഉണ്ടാവും. ഇവിടെ അല്ല, അയ്യോ അമ്മൂമ്മയുടെ പിറന്നാൾ അങ്ങ് പടവലത്ത് വെച്ചിട്ട് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ബാസ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അന്ന് എന്തൊരു പുകലായിരുന്നു അമ്മ, ഓർക്കുന്നുണ്ടാ? അന്ന് പിന്നെ ബാലു എന്തിനും തയ്യാറെടുത്തങ്ങ് നിൽക്കുമല്ലോ. അമ്മായി കേക്കണം, അച്ഛനും അമ്മയെ എന്തോരം കഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയോ? നമ്മുടെ അമ്മയെ കൊണ്ട് പിടിച്ചെന്ന്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഓടിയാൻ ഇവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ചേട്ടൻ പൊളി ക്യാരക്ടറാണ്. ചേട്ടൻ പൊളിയാണ്. ബാലു സൂപ്പറാണോ? കുഞ്ഞും കൂടെ പറയാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ആ ദേ അച്ഛനും കുട്ടിമാവനും കൂടെ ആ മീനിന്റെ തലയുണ്ടല്ലോ എയറിലെടുത്ത് തട്ടി കളിക്കാണ് അവിടെ. അതിനവര് കട്ട് ചെയ്യല്ലേ? എവിടെന്ന് ആ തല കൊണ്ട് അവിടെ ഫുട്ബോൾ കളിയാണ്. നമ്മുടെ നിറമുള്ള ചേട്ടൻ്റെ ഇല്ലേ അമ്മ, ചേട്ടാ വലിയ പാത്രവും ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവിടെ. ഓ അതൊക്കെ ഏർപ്പാട് ഇത് കഴിഞ്ഞാ? അതാ തല കണ്ടപ്പോ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ വല്ലതും നടക്കുമെന്തോ. അമ്മ അവരത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. കൂട്ടൊന്നും ആയില്ലേന്നും ചോദിച്ചുകൊണ്ട് എല്ലാം പെറുക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഓ ഇനിയിപ്പോ അച്ഛൻ ഷോ ആയിരിക്കും. ഷോ ഒന്നും അല്ല, കുറച്ച് ആൾക്കാർ കൂടി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഫുൾ ഓൺ ആണ്. ചേച്ചി നമുക്ക് ഉടനെ നേറ്റിങ്ങര വരെ പോണം. ആ നിങ്ങളെയും കൊണ്ടെങ്ങാനും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോ അവിടെ ആയിരിക്കും. പിന്നെ നിങ്ങക്ക് ഒരു സ്വസ്ഥതയും കിട്ടൂല. നെയ്യാറ്റിങ്കര മാത്രം പോയാൽ മതിയോ? നമുക്ക് അമ്മയുടെ ശർക്കരയിലും കൂടെ പോണ്ടേ? അയ്യേ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മൾ അവിടെ പോയി അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ച് വിഷമങ്ങളൊക്കെ മാറ്റി പിണക്കമൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു വരും. അത് തന്നെ മമ്മ എന്തിനാ വിഷമിക്കുന്നേ? മമ്മ ചീറപ്പായിക്കേ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയേ. അയ്യോ ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. എടേ സാധനങ്ങളൊക്കെ എടുത്തേ. ഞാൻ എന്തോ എടുക്കാനാ? ആ ഉള്ളിയും ഇഞ്ചിയൊക്കെ അല്ലെങ്കിൽ അച്ഛനെ പെട്ടെന്ന് ആക്ക, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛന്റെ ഷോ കാണാം. ആ ഇത് ലേറ്റ് ആയി കഴിഞ്ഞാൽ അച്ഛന്റെ കൈ ഇറക്കുന്നൊക്കെയാണ് പറയണത്. ഞാൻ വെളുത്തുള്ളിയും എടുത്തോണ്ട് വരാം. പറവിട്ട് വെളുത്തുള്ളി ഈ അച്ചാർ മൊത്തം കഴിച്ച് തീർത്തല്ലേ വന്നോടനെ? ഇത്രയും ദിവസം ഈ അച്ചാറിന് ഒരു കുഴപ്പമില്ല. എടുത്തോണ്ട് വാ. വന്നു. ഞാൻ ഇതെടുക്കട്ടെ മാമി? ഇപ്പൊ കഴിയും. കുറച്ചല്ല മാം പൊടിക്ക് 1-2 സാധനം കൂടെ വേണമായിരുന്നു. എന്ത് സാധനം വേണ്ട? അത് എന്റെ ടിപ്സാണ്, ഞാൻ പറഞ്ഞു തരൂല. അല്ല പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാണാനില്ലല്ലോ സാധനം. എന്തോന്ന്? ചങ്കരെണ്ണ ആശ എവിടെ പോയത്? അണ്ണോ ശങ്കരണ്ണ അണ്ണ ഇവിടെ എന്ത് അണ്ണേ? നിന്നെ കാണാൻ. എന്നെ കാണാനാ? ആ ഈ വഴിയൊക്കെ അങ്ങ് കാട് പിടിച്ചല്ലേ. അവിടുന്ന് അങ്ങോട്ട് വലത്തോട്ട് പോകണല്ലേ? ഓ അവിടെ തിരിച്ചങ്ങ് വരത്തോട്ട് പോകണം. ആ അണ്ണ എന്റെ വീടിന്റെ വഴി മറന്നാ? അണ്ണ 1-2 പ്രാവശ്യം വന്നതല്ലേ അണ്ണ പണ്ട്? ഒരു ചെവിത്തേ ഇല്ലടേ, വയസ്സായില്ലേ. അണ്ണ ബാല് വീട്ടിലില്ലേ അണ്ണ? ഉണ്ടുണ്ട്, വീട്ടിലുണ്ട്. ഡേയ് എനിക്കാണെങ്കിലേ ശരീരം മൊത്തം വേദനയും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഏരിച്ച് നിൽക്കാൻ വയ്യ. കുറച്ച് ദിവസം ആശുപത്രി കിടന്നില്ലേ. എത്ര ദിവസം കിടന്ന ആശുപത്രിയിൽ? ഒരു 10-15 ദിവസം കിടന്ന് കാണും. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ല. ഞാൻ അറിഞ്ഞ് വണ്ടി പിടിച്ച് അവിടെ വരില്ലായിരുന്ന? ആ അത് വിട്.
നീ എന്നെ രാവിലെ കാണണമെന്ന് പറഞ്ഞത്. അണ്ണാ വല്ലപ്പോഴും കൂടുമ്പോഴല്ലേ അണ്ണനെ കാണുന്നത്. ഞാൻ സന്തോഷത്തിലൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അണ്ണാ മോനും മരുമോളൊക്കെ ഇവിടെ ഉണ്ടാ? ഓ ഇതുകളുണ്ടോ അവിടെ? അണ്ണാ ഇപ്പൊ എങ്ങനെ പഴയതുപോലെ പ്രശ്നം വല്ലതും ഉണ്ടാ? ജയന്ത എങ്ങനെ ഒതുങ്ങിയാ? ഓ എന്തിനു പറയാൻ, പിന്നെ അവളായോണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണടേ, എന്ത് ചെയ്യാൻ പറ്റും? അവ ഇപ്പം തേരാപ്പാര നടക്കില്ല. ഐ, പിന്നല്ലാതെ അവൻ പോയ ഇടം വന്നിടം. അത് പണ്ടേ അങ്ങനെ അത് തന്നെ, അതിപ്പോൾ ഒരു മാറ്റവും ഇല്ല. അണ്ണാ വീട്ടിലോട്ട് വരണമെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന കൊണ്ടുപോയി അങ്ങോട്ട് കിടക്കാം. എടേ എനിക്ക് നടക്കാനൊന്നും വയ്യടേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇരിക്കാൻ പറ്റിയ സ്ഥലവും ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമോ? കാടും പടലും പിടിച്ച് കിടക്കുകയാണ്, ഭയങ്കര പാമ്പ്. മെനങ്ങാതെ ഞാൻ ഇത് വന്നപ്പോണ്ടല്ലോ 8 അടി നീളമുണ്ട് ഒരു മൂർക്കെന്താ എഴഞ്ഞ് ഇതുവഴി പോണ്. ഞാൻ ഓട്ട ഇരിക്കാൻ പറ്റിയ സ്ഥലം പോലും. അവിടെ പിള്ളേരൊക്കെ ഭയങ്കര ബഹളോടെ. വല്ലതും നടക്കൂടെ? എന്തിനാ നടക്കുന്നു? ഒരു ചെറുത് വാങ്ങിക്കേ. അണ്ണാ ഞാൻ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. ഞാൻ ഇപ്പൊ അടി നിർത്തി വല്ലപ്പോഴേ ഉള്ളൂ, വല്ല ഉത്സവ ദിവസങ്ങളിൽ. അതായത് ഓണം, സംക്രാന്തി, വിഷു, മകരം, കുംഭം, മീനം, ഇങ്ങനത്തെ മാസങ്ങൾ. പിന്നെ മരണം, അടിയന്തരം, ജാതാംകുട, 28 കെട്ട്, അങ്ങനത്തെ ചടങ്ങ്. പിന്നെ ആരെങ്കിലും ഗൾഫിൽ പോയാൽ അങ്ങനെ, തിരിച്ചു വന്നാൽ അങ്ങനെ, അല്ല വന്നില്ലെങ്കിൽ അങ്ങനെ. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലാത്തപ്പോൾ ഇങ്ങനെ. അങ്ങനെയുള്ള ചില ദിവസങ്ങൾ അടിയുള്ളൂ. അപ്പൊ ഒരു ഒഴിവും ഇല്ല അല്ലേ? ഒഴിവില്ലാതെ ഒന്നുമല്ല, അടിക്കാത്തപ്പോൾ അടിക്കില്ല, അടിക്കുമ്പോൾ അങ്ങ് അടിക്കും. അങ്ങനെ കണ്ടൊരു ദിവസം വരടേ, എന്തെങ്കിലും ചെറുതൊന്ന് സ്പോൺസർ ചെയ്യടേ. നിങ്ങൾക്ക് വയ്യാതിരിക്കുകയല്ലേ അണ്ണാ? ഓ അതിപ്പോൾ കുഴപ്പമൊന്നുമില്ലടേ, ഇപ്പം ഭേദമായി. ഇപ്പോഴേ ആരും മാറ്റരുത്, വയസ്സായില്ലേ. വല്ലപ്പോഴും പാല് മാറ്റി വന്നോണ്ടിരുന്നു, ഇപ്പം അതും ഇല്ലടേ. ആ എനിക്ക് ശരിയടേ. നിങ്ങൾ ഇവിടെ പോണേ ഇടയ്ക്ക്. നിങ്ങളിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ എനിക്ക് വിഷമാവില്ല അണ്ണാ. ഇനിയിപ്പോൾ ഇത് എടുക്കാൻ വേണമല്ലോ. ഇപ്പോൾ എന്തിനാണ് ഒരു വഴി ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണല്ലേ? എടാ കുമാരേ. ആ അണ്ണാ എടപ്പേടാ? ഒന്നുമില്ല അണ്ണാ, അവിടെ 2 മരത്തിന്റെ ചില്ല വെട്ടാനിരിക്കുന്നു, അത് പോയത്. എവിടെ? നമ്മുടെ പുഷ്പാംഗ സാറിൻ്റെ വീടിൻ്റെ അവിടെ. ആ അത് തന്നെ. പൈസ എല്ലാം കിട്ടിയാ? പൈസ നാളത്തേക്ക് തരാന്ന് പറഞ്ഞവര്. കിട്ടിയില്ലേ കുമാരേ? അത് നാളെ തരുമെന്നാ പറഞ്ഞത്. ഇപ്പം ആയതല്ലേ ഉള്ളൂ അണ്ണാ. ശരി, നീ വീട്ടിലോടാ പോണേ? ആ അണ്ണാ വീട്ടിലേക്ക് വന്നു, അത്യാവശ്യം ഉണ്ട് അണ്ണാ. അല്ല ഇത് നമ്മുടെ കേശുവിന്റെ അപ്പൂപ്പായി. ആ നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ആ നമ്മോട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ നീ ഒരു ചെറിയ സാധനം എടുത്തിട്ടുണ്ടോ? അണ്ണാ പൈസ തന്നാ ഞാൻ സാധനം എടുത്തിട്ട് വരാം. ഇതിനു മുമ്പേ സാധനം എടുത്തിട്ട് അണ്ണൻ എനിക്ക് പൈസ തന്നില്ലല്ലോ കേട്ടാ. ആര് പറഞ്ഞു? അന്ന് നീ സാധനം എടുത്തോണ്ട് നിന്നെ അന്വേഷിച്ച് നടന്നു, നിന്നെ കണ്ടില്ല. പിന്നെ അടിച്ചതിന് ശേഷം നീ എവിടെയും ചോദിച്ചു നടന്നേ. ഫോണിൽ വിളിച്ചു പോലും കിട്ടിയില്ല. ഞാൻ വിശ്വസിച്ചണ്ണാ, വിശ്വസിച്ചു. പിന്നെ ഇതിപ്പം നമ്മളെ അണ്ണന് ചെറിയൊരു വിറയലും പനിയും പോലെയൊക്കെ, ഭയങ്കര ശരീരവേദന. നീ പോയി സാധനം എടുത്തുണ്ടോ? പിന്നെ വേറെ വരും ടച്ചിങ്സിന് എന്തെങ്കിലും കൂടുതലാവണമെങ്കിൽ അതിൻ്റെ കയ്യിട്ടോണം. അല്ലണ്ണാ ഇത് വീട്ടിലറിഞ്ഞാൽ കുഴപ്പമാവത്തില്ലേ? വീട്ടിൽ ആരും അറിയിക്കാതിരുന്നാ പോരെ. എൻ്റെ പേരെന്തല്ലേ? അണ്ണാ കുമാർ. കുമാർ പറയണ ജോലി ചെയ്താൽ മതി കേട്ടോ. കാടി കയറി സംസാരിക്കല്ലേ, പോയി മാറ്റമാവണ്ടോ? ഓ അണ്ണാ പിന്നെ അല്ലേ ടച്ചിങ്സ് ഇല്ലാതെ സാധനം വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ടച്ചിങ്സ് ഇല്ലാതെ സാധനം വാങ്ങിച്ചു, പക്ഷെ നീ അടിക്കുമല്ലോ നീ ടച്ചിങ്സ് ഇല്ലെങ്കിൽ. അതടി പോയിട്ട് വേടാ. അപ്പോൾ എന്നാ പിന്നെ പോയിട്ട് വന്നേക്കാം. ഓ പോ, പെട്ടെന്ന് പറഞ്ഞേ. ഓ ഡേയ്, ഓ അണ്ണാ നല്ല സാധനം നോക്കി എടുക്കണേ. ആ ശരി ശരി. ഡാ സംസാരിച്ചോണ്ടിരിക്കാതെ പോയി എടുത്തോട്ട് വാടാ. മാമൻ കൊള്ളാലോ. ആ മാമൻ കൊള്ളാം, ഇപ്പം മികിലില്ല. പോയിട്ട് വാ. ഇങ്ങോട്ടേക്കാണേ. ഒരു കാരണവശാലും വീട്ടിൽ അറിയല്ലേ. ഒന്നാമത് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. പിള്ളേരും വലുതായി, പഴയതുപോലല്ല. എല്ലാം കൂടെ വന്ന് എൻ്റെ വീട് തീട്ടളായി. ഞാൻ പറഞ്ഞേക്ക് 2 എണ്ണം അടിക്കുന്നു, നമ്മൾ നൈസായിട്ട് ഇരിക്കുന്നു. അണ്ണം പോകുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ വരി. എൻ്റെ അമ്പോ അണ്ണാ നോക്കിയിരിക്കണേ അണ്ണാ. ഇത് കട്ട് ചെയ്തുണ്ട് അളിയുടെ സുരേന്ദ്ര. ഓ കുറച്ച് തീർന്നു പറ, കുറച്ച്. ഇതാരുടെ ഉള്ളി അറിഞ്ഞത്? ഉള്ളി ആരെയാണ് ഏൽപ്പിച്ചത്? ആര് ഉള്ളി അറിഞ്ഞാര്? ആ എല്ലാ ഉള്ളി ഒരുപോലെ അറിയണ്ടേ? പോട്ട് പോട്ടെന്നാ. പെണ്ണുമ്പിളായോണ്ടാ. പിന്നെ അല്ല എന്ത് പറയാൻ പറ്റും? അച്ഛാ ഓ തീത്തിരി കുറയ്ക്കണോ? ഒന്ന് കുറച്ചോട്. ചിറ്റപ്പാ കൊറേ ചിറ്റപ്പാ വേണം മക്കളെ, എത്രയും തീ വേണോടാ. അവൻ പറയും, അവൻ കരിഞ്ഞ ഞാൻ നേരെ ഇങ്ങനെ പോകും. അതല്ലേ തക്കാളി. എല്ലാം കൂടെ ഒരു സൈഡിൽ പിടി, എല്ലാവരും സൈഡിൽ പിടി. കുറച്ചുകൂടെ അതൊന്ന് പച്ചമണം മാറും. പച്ചവണ്ണം മാറട്ടെ. ആ മതി. നേരത്തെ ഇട്ടില്ലായിരുന്നോ വെളുത്തുള്ളി? ഇട്ടിട്ട് ഇത് 2ാമത് പേസ്റ്റ് നമ്മൾ അടച്ച് വേറൊരു സ്റ്റൈലാണ്. ചെറിയ ഉള്ളി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പം മുളക് പൊടി ഇടും. മഞ്ഞപ്പൊടിയല്ലേ അത് ഇടണ്ടേ? മഞ്ഞപ്പൊടി അല്ലാണ്ട് മിക്സാ. ഇട്ടാ മഞ്ഞപ്പൊടി? ആ മിക്സാ. ഇതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടാണ്. ആ മഞ്ഞപ്പൊടി ആദ്യം ഇടണോടാ, അല്ലെങ്കിൽ ആ ഇതുണ്ട് ഇല്ല മഞ്ഞളിന്റെ. പിന്നെ ഇത് വേറെ.
എന്ത് വേറെ ഇത് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കണ ഇത് തന്നെ. ഈ പിള്ളേര് കണ്ടുപിടിച്ച് നാളെ അവല കെട്ടിയവന്മാരെ അവന്മാര് ചിത്ത വിളിക്കും. എന്തിനാണ് വെറുതെ പുതിയ തലമുറ നശിപ്പിക്കണം നമ്മൾ? അത് ഇപ്പോഴേ പഠിപ്പിച്ചിടണം, എന്നാലും അവന്മാര് ശരിയാവും. എന്തിനാണ് പുതിയ തലമുറ നമ്മൾ നശിപ്പിക്കണത്? ഭർത്താവിനെ ദൈവന്മാരെ പോലെ കാണണം, ദൈവത്തിനെ പോലെ കാണണം. തലക്കറി മുളകിട്ട് വെച്ച തലക്കറി തലക്കറികളെടുത്ത് തലക്കറി മുളകരച്ച് വെച്ച തലക്കറി. തീ വേണ്ട, തീ കറക്റ്റ് ആ തീ മതി. മാത്രമല്ല പല രുചികളും അതിന്റെ പുറത്ത് വെക്കണ്ട, പൊട്ടിപ്പോ. വെള്ളം പുറത്ത് വെക്കണ്ട, പൊട്ടിപ്പോവുന്നത്. ടീപ്പോ പൊട്ടിപ്പോ. ആ കസേരയുടെ പുറത്തോട്ട് വെക്ക്. മീൻ വെച്ചേക്കുന്നു. ചേച്ചാ ഓക്കെ. വെള്ളം ഒഴിച്ചോ? പുളി വെള്ളം. ആ പുളി വെള്ളം. ഉപ്പുണ്ടാ? നോക്കി നോക്കൂ. ഉപ്പ് ഞാൻ ഉപ്പ് അത്ര ഞാൻ നോക്കാം. ചേച്ചി ആ ലച്ചുവാണ്. ലച്ചുവാണ്. ആ ചൂടില്ല മക്കളെ. വലിയുള്ള ഉപ്പുണ്ടാ? എടുത്തു. ആ മണം കയറി വരണം കേട്ടാ. എങ്ങോട്ട് കയറി വരണം? എങ്ങോട്ട് കയറി വരണം? ഇതിന് ജലദോഷം. ടേസ്റ്റ് നോക്കട്ടെ. സുരേന്ദ്ര എനിക്ക് നിക്ക് ഒന്ന് ഇളക്കിയിട്ടാണ് നോക്കും. ആല് കുഴപ്പം അതില്ല, ഇളക്കി. കണ്ട ചേട്ടത്തി അടിപൊളിയല്ലേ? ഉഗ്രാൻ. എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് എവിടെയെങ്കിലും പോയി വിളിച്ചാ മതി. എന്നാ പിന്നെ പോയി വിളിക്ക്. കറിവേല പ്രധാന ചടങ്ങാണത്. മീൻകറിക്ക് ഇത്രയും ടേസ്റ്റ് കൂടുന്ന സംഭവം വേറെ ഇല്ല. ആ അടിക്ക് വെച്ചോ. അടുക്ക് സുരേന്ദ്ര ഇലയിട്. ആ മതി. ഈ കപ്പ റെഡി ആയില്ലേ? കപ്പ വെന്തോണ്ടിരിക്കുക. ആണാ? ശങ്കരനോടെ പോയി? ശങ്കരനെ പറഞ്ഞ അവിടെ പോയി. എവിടെയൊക്കെ കറങ്ങിടപ്പുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞു തന്നെ. സമയം കൂടെ അറിയട്ടെ. എല്ലാം വെച്ചോ. അത് കുഴപ്പമില്ല. ആ